നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. ബേസിക് സ്റ്റിച്ചസ് ഫ്രഞ്ച് നോട്ടും ലൈസറേസി ഒക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈൻ. ഇത് സാരിയിലും ഒക്കെ ചെയ്യാൻ പറ്റും, കുർത്തിയിലും കുട്ടികളുടെ ഡ്രസ്സിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഡിസൈൻ. അപ്പോൾ കുറച്ച് കളർഫുള്ളായിട്ട് ഇപ്പോൾ ഈ ഇത്രയും കളറുള്ള ത്രെഡാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 5 കളർ ത്രെഡും നീഡിൽ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ കാസ്റ്റോൺ സ്റ്റിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ത്രെഡ് മുകളിലേക്ക് എടുത്തിട്ട് നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെന്ന് വെച്ചാൽ അത് ബുള്ളിയൻ റോസ് പോലെ തന്നെ കുത്തിയെടുക്കാം ഇതുപോലെ. എന്നിട്ട് നമുക്ക് ഒരു നീഡിലും കൂടെ നമ്മളിതുപോലെ കൊടുക്കുന്നുണ്ട്. അത് നമുക്കിപ്പം പെറ്റൽസിന് വിട്ട് വരാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇങ്ങനെ കൊടുത്ത്. ഇനി നമുക്ക് ഈ 2 നീഡിലും കൂടെ ചേർത്ത് ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെ ലൂപ്സ് ഫോം ചെയ്തിട്ട് ഇങ്ങനെ ആക്കണം. അപ്പോഴാണ് പെറ്റൽസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ലൂപ്സ് ആക്കിയിട്ടാണ് നമ്മളിതുപോലെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ലെങ്ത് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം രണ്ടാമത് കൊടുത്ത സൂചിക്ക് മാറ്റാം. എന്നിട്ട് ബുള്ളിയൻ റോസ് പോലെ ബുള്ളി നോട്ട്സ് കൊടുക്കുന്ന പോലെ തന്നെ ഇത് മുകളിലേക്ക് എടുക്കാം. ഇതുപോലെ താഴ്ത്തി ഇറക്കാം. ഇതുപോലെ നമുക്ക് 2 പെറ്റലൂടെ കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തൊരു കളർ കൊണ്ട് ഒരു ബുള്ളിയൻ റോസ് കൊടുക്കാൻ പോകും. അപ്പോൾ അതൊരു പഞ്ചസായിട്ടൊന്ന് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് അടുത്തൊരു ബുള്ളിയൻ റോസും കൂടെ കൊടുക്കാം. അധികം പെറ്റൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, സിമ്പിളായിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ പല കളറ് വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും.
അടുത്തിട്ട് നമുക്കിവിടെ ഒരു ലേസി ഡേസി സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അത് ഇതുപോലെ കളറുണ്ട്. ഞാനൊരു ഇപ്പോൾ ഒരു ക്രീം കളർ പോലൊരു കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ലേസി ഡേസി സ്റ്റിച്ച് ഫ്ലവർ കൂടെ കൊടുക്കാം. ഇതിപ്പോൾ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫാബ്രിക് നെറ്റിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിച്ചസാണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് പിങ്ക് കളർ ത്രെഡ് കൊണ്ട് കുറച്ച് ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുക്കാം. അപ്പം ഞാനിത് ഒരു സൈഡ് മാത്രമാണ് കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ 2 ലൂപ്പിട്ട് ഇതുപോലെ താഴ്ത്തി ഇറക്കുക ചെയ്യുന്നു. ബ്ലൂ കളർ ത്രെഡ് കൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടി ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഇവിടെ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ കൊടുത്ത് ഫ്ലവർ ബഞ്ച് പോലെയൊക്കെ ആക്കി എടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കഴിഞ്ഞാൽ നമുക്കിനി ഗ്രീൻ കളർ ത്രെഡ് കൊണ്ട് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് ഉള്ള ഡിസൈൻ ലീവ്സ് പോലെയൊക്കെ ഡിസൈൻ കൊടുക്കാം. അപ്പോൾ കുറച്ച് ഈ കളറിന് നല്ലൊരു ഇതായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ലീഫ് പോലെയോ സീഡ് സ്റ്റിച്ചോ ഒക്കെ കുഴിച്ചും കൊടുത്താൽ മതി. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ലീവ്സിന് ഫ്ലൈ സ്റ്റിച്ച് വെച്ച് കൊടുത്തിരുന്നു. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
അല്ലെങ്കിൽ ജസ്റ്റ് സീഡ് സ്റ്റിച്ച് പോലെ ഇതുപോലെ കൊടുത്താലും മതി. അപ്പോൾ എത്രത്തോളം സ്പേസ് ഉണ്ടെന്നനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിലും കൊടുക്കാം ഇത്. അപ്പോൾ ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമ്മൾ അപ്പോഴപ്പോഴും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ചെയ്യാൻ, നോട്ടിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് ആ നൂല് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അപ്പോഴപ്പോഴും കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ബഞ്ചസ് ആയിട്ട് സാരിയിലൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന് നടുക്കായിട്ട് കുറച്ച് ഈ ലേസി ഡേസി സ്റ്റിച്ച് ഫ്ലവറിനും ഒക്കെ നടുക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഇപ്പോൾ വേറെ യെല്ലോ ത്രെഡ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ടും കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഈ ഡിസൈൻ ഇതുപോലെ തന്നെ നമുക്ക് കുറേ കൊടുക്കാൻ പറ്റും. സാരി ഫോളിലായാലും സൈഡിലായാലും ഇഷ്ടമുള്ള അടുത്തൊക്കെ ഇതുപോലെ ബഞ്ചസായിട്ട് കൊടുത്ത് ഡിസൈൻ കംപ്ലീറ്റ്. അപ്പോൾ ഇതുപോലുള്ള ഡിസൈൻസ് വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.